നമസ്കാരം. മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയതാരം സഞ്ജു സാംസൺ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. വീണ്ടും എന്ന് പറയേണ്ട കാര്യമില്ല, എപ്പോഴും സഞ്ജു തന്നെയാണ് വാർത്തകളിൽ നിറയുന്നത്. നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് മുൻപ് എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകത്തോ സ്പോർട്സ് ലോകത്തോ എന്ത് സംഭവിച്ചാലും അതിൽ സഞ്ജുവിന്റെ പേരുണ്ടോ എന്ന് നോക്കി ആകാംക്ഷഭരിതരായി ആ വാർത്ത വായിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അങ്ങനെ വീണ്ടും വാർത്തയിൽ നിറയുമ്പോൾ ഇത്തവണ തന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം കൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ ക്രിക്കറ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സഞ്ജു ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ നിന്നും കൂടുതൽ യുവതാരങ്ങൾക്ക് ഇന്ത്യൻ ദേശീയ ടീമിലേക്ക് എത്തിച്ചേരാൻ എന്തു മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. കേരളത്തിൽ നിന്നും കൂടുതൽ താരങ്ങൾ ഇന്ത്യൻ ടീമിൽ എത്തണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരണമെന്ന് തുറന്നു പറഞ്ഞെത്തിയ സഞ്ജുവിന്റെ വാക്കുകൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. താരങ്ങൾക്ക് വലിയ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് സഞ്ജു പറയുന്നത്. ഏറ്റവും ആവശ്യമായവർക്ക് പിന്തുണയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിൽ എത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നും, എന്നാൽ നിലവിൽ ഇന്ത്യയുടെ അണ്ടർ 19 ടീമിൽ കളിക്കുന്ന താരങ്ങളെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെന്നും സഞ്ജു വ്യക്തമാക്കി. ഗോൾഡ് 101.3 FM-ലൂടെ തന്നെ സംസാരിക്കവെയായിരുന്നു മലയാളി താരം പറഞ്ഞത്. ഒന്നാമതായി വലിയ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട് നമുക്ക്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റർ ആവുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ കുറച്ച് ഡെവലപ്പ് ആവുന്ന ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ നിന്നും വരുന്ന പ്ലെയേഴ്സിന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. കുറെ താരങ്ങൾ ഇന്ത്യ അണ്ടർ 19 ടീമിൽ കളിക്കുന്നുണ്ട്. അവരെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങളിൽ തന്നെ കുറേയധികം ആളുകൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉറപ്പായും താരങ്ങൾ വരുമെന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമുണ്ടെന്ന് സഞ്ജു പറഞ്ഞു. സഞ്ജു നൽകിയ അഭിമുഖത്തിൽ FM-ൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിലെ മികച്ച താരങ്ങളെ കണ്ടെത്താനും വളർത്തിയെടുക്കാനും കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഓഗസ്റ്റ് 23-ന് സെപ്റ്റംബർ 5 വരെയാണ് കേരളത്തിന്റെ ക്രിക്കറ്റ് മാമാങ്കം നടക്കുന്നത്. ഇന്ത്യയിൽ ഇതിനോടകം തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള T20 ലീഗുകൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം ക്രിക്കറ്റ് ലീഗുകൾ ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ കഴിവുള്ള യുവതാരങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകിക്കൊണ്ട് പുത്തൻ താരങ്ങളെ വളർത്തിയെടുക്കാനും ഈ ടൂർണമെന്റ് സഹായകമാകും. അതേസമയം KCL 3ാം സീസണിൽ സഞ്ജു സാംസൺ കളിക്കില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ സഞ്ജു ഇത്തവണ KCL-ൽ കളിക്കില്ലെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിട്ടുമുണ്ട്. സഞ്ജു ഈ സീസണിൽ ഇല്ലാത്തത് സ്വന്തം മണ്ണിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് വെടിക്കെട്ട് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകിയിരിക്കുന്നത്. വരാനിരിക്കുന്ന KCL 3ാം സീസൺ കളിക്കളത്തിൽ ഒരു വലിയ സാന്നിധ്യത്തിൽ തന്നെ അതിന്റെ കുറവുണ്ടാകും. വ്യക്തിപരമായ കാരണങ്ങളാൽ ഇത്തവണ KCL-ൽ കളിക്കില്ലെന്ന് സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCA ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും സഞ്ജുവിന്റെ അഭാവത്തിൽ കൂടുതൽ യുവതാരങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി തന്നെ ഇത് മാറി മികച്ച വേദിയായി ഈ സീസൺ മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്നും ഇനിയും ഒട്ടനവധി സഞ്ജു സാംസൺമാർ ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അതിനാൽ സഞ്ജു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രതിഭയുള്ള യുവതാരങ്ങൾക്ക് തടസ്സമില്ലാത്ത പിന്തുണയും മികച്ച പരിശീലന സൗകര്യങ്ങളും നൽകാൻ അനധികൃതരും ക്രിക്കറ്റ് പ്രേമികളും ഒരുപോലെ കൈകോർക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ മലയാളികൾ സഞ്ജുവിനെ പോലെ, ശ്രീശാന്തിനെ പോലെ ഒരുപാട് മലയാളികൾ ഇനിയും ക്രിക്കറ്റ് ടീമിൽ വന്ന നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ മലയാളികളെ എല്ലാവരെയും അഭിമാനം കൊള്ളിക്കൂ എന്ന് തന്നെയാണ് സഞ്ജു പറയുന്നത്. അത് ശരിവെക്കുകയാണ് എല്ലാ മലയാളികളും ക്രിക്കറ്റ് ആരാധകരും.